കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരിലാണ് മേപ്പാടി കുന്നമ്പറ്റയിൽ 3.24 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തു വാങ്ങിയത്. ആദ്യഘട്ട ഭവന പദ്ധതിയാണ് ഈ ഭൂമിയിൽ നടപ്പാക്കുക. 100 വീടുകളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ 3 ഘട്ടങ്ങളിലായാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നടത്തുന്നത്. ഉടൻ തറക്കല്ലിടൽ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് DCC പ്രസിഡന്റ് ഐസക് അറിയിച്ചു. ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് 100% സുതാര്യമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭവന പദ്ധതി എന്ന നിലയ്ക്ക് നാളെ ഈ ഭൂമി ഒരു നിയമക്കുരുക്കിലോ ഒരു പ്രശ്നത്തിലോ ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച ഒരു തീരുമാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്താണോ ഭൂവുടമയ്ക്ക് കൊടുത്തത്, ആ ഭൂവുടമയുമായി നമ്മൾ ഉറപ്പിച്ച വില, ആ വിലയാണ് ഞങ്ങൾ ആധാരത്തിൽ കാണിച്ചിട്ടുള്ളത്. ആ വില തന്നെയാണ് ഞങ്ങൾ, ആ കൃത്യമായ തുകയാണ് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്ന് ഈ സ്ഥലത്തിന്റെ ഉടമയുടെ ഫണ്ടിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ മറ്റ് ഭൂമി കച്ചവടത്തിലൊക്കെ ചില രീതികളുണ്ട്. അതിനപ്പുറമായി എത്രയാണോ വില, ആ വിലയുടെ സ്റ്റാമ്പ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എത്രയാണോ ഉടമയ്ക്ക് കിട്ടേണ്ടത്, ആ കൃത്യമായ തുക അത് ബാങ്ക് അക്കൗണ്ടിലൂടെ കൃത്യമായി ഞങ്ങൾ കൊടുത്തു. ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നതല്ല. അതുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന നല്ല ആർക്കിടെക്ട് വേണം. ആ ആർക്കിടെക്റ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭവന പദ്ധതി ഇതൊരു മോഡലാണ്, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതൊരു മോഡലായിരിക്കണം. നാളെ കോൺഗ്രസ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് നടക്കും, അത് നമ്മളിനിപ്പോൾ ഒരു ദിവസം വൈകിയാലും അത് ഏറ്റവും നന്നായി ചെയ്യണം എന്ന താല്പര്യം നമുക്ക് ഇത് കാട്ടിക്കൂട്ടുക എന്നുള്ളതല്ല. കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതി വൈകുന്നതിൽ ഏറെ വിമർശനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് നേരിടേണ്ടി വന്നിരുന്നു. CPM അടക്കമുള്ള പാർട്ടികൾ ദുരന്തബാധിതരെ കോൺഗ്രസ് വഞ്ചിച്ചു എന്നാരോപിച്ച് പ്രതിഷേധങ്ങൾ വരെ സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അനുയോജ്യമായ സ്ഥലം കോൺഗ്രസ് കണ്ടെത്തിയത്. ഗുണഭോക്താക്കളുടെ പട്ടിക ഉടൻ പൂർത്തിയാക്കുമെന്നും അർഹരായ മുഴുവൻ ദുരന്തബാധിതർക്കും കോൺഗ്രസിന്റെ ഭവന പദ്ധതി ഉണ്ടാകുമെന്നും നേതൃത്വം അറിയിച്ചു. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.